പുഞ്ചിൽ പാകിസ്ഥാന്റെ ഷെല്ലാക്രമണം സൈനികന് വീരമൃത്യു. വിശദാംശങ്ങളുമായി ഗൗതം ചേരുകയാണ്. ഗൗതം, എപ്പോഴായിരുന്നു ആക്രമണം ഉണ്ടായത്? മറ്റ് വിശദാംശങ്ങൾ കൂടി. ഇന്ന് പകൽ സമയങ്ങളിലും ഇന്ന് രാവിലെ മുതലുള്ള സമയങ്ങളിലും അതിർത്തിയിൽ തുടർച്ചയായി ഈ പാകിസ്ഥാൻ വെടിവെപ്പ് നടത്തുന്നുണ്ടായിരുന്നു. ഇന്നലെ ഭാരതം പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളിൽ തുടർച്ചയായി മിന്നലാക്രമണം നടത്തി. രാത്രി 1:05 ശേഷമുള്ള സമയത്ത് 25 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന വലിയ തോതിലുള്ള മിസൈൽ ആക്രമണമാണ് ഭാരതം പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയത്. ഏതാണ്ട് 100-ന് മുകളിൽ ഭീകരർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട്. ഇതിന് മറുപടി എന്ന പോലെയാണ് പാകിസ്ഥാൻ ഇന്നലെ പുലർച്ചെ മുതൽ തന്നെ അതിർത്തിയിൽ വ്യാപകമായ ഷെല്ലാക്രമണം നടത്തിയത്. ഈ ഷെല്ലാക്രമണത്തിലാണ് ഇപ്പോൾ ഒരു സൈനികൻ കൂടി വീരമൃത്യു വരിച്ചിരിക്കുന്നത്. കൂടാതെ 15 സാധാരണക്കാർക്ക് അതിർത്തിയിൽ പാകിസ്ഥാന്റെ ഷെല്ലാക്രമണത്തിൽ ഇതിനകം ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. ഇത് കൂടാതെ ഇപ്പോൾ പൂഞ്ച് സെക്ടറിലാണ് ഒരു സൈനികൻ കൂടി വീരമൃത്യു വരിച്ചിരിക്കുന്നത്. ഗൗതം പറഞ്ഞതുപോലെ തന്നെ അതിർത്തിയിൽ പ്രകോപനം തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് പാകിസ്ഥാന്റെ ഭാഗത്തിനുമുണ്ടായത്. ഗ്രാമവാസികളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഷെല്ലാക്രമണമാണ് നേരത്തെ ഉണ്ടായത്. 15 സാധാരണക്കാർക്കാണ് ജീവൻ പൊലിഞ്ഞത്. ഇപ്പോൾ ഒരു സൈനികനും വീരമൃത്യു വരിച്ചിരിക്കുകയാണ്. അതിശക്തമായ തിരിച്ചടി തന്നെയാണോ ഭാരത സൈന്യം നൽകിക്കൊണ്ടിരിക്കുന്നത്? ശക്തമായ തിരിച്ചടി നൽകാൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി സൈന്യത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിർത്തിയിലെ സാഹചര്യങ്ങൾ കരസേനാ മേധാവി കൃത്യമായിട്ട് തന്നെ വിലയിരുത്തി. അതിർത്തിയിൽ സേനാവിന്യാസം നേരത്തെ തന്നെ ഇന്ത്യ കൂടുതൽ ശക്തമാക്കിയിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം നമുക്കറിയാവുന്നതാണ്, ജമ്മു കാശ്മീർ ഉൾപ്പെടെ പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന സ്ഥലങ്ങളിലെല്ലാം സുരക്ഷാ സേന കൂടുതൽ സൈന്യത്തെ വിന്യസിച്ചിരുന്നു. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിന് കനത്ത തിരിച്ചടി നൽകുക എന്നത് തന്നെയാണ് കരസേനാ മേധാവി നൽകിയിട്ടുള്ള നിർദ്ദേശം.